മഴ ശക്തമാവുകയാണ്. ഇന്ന് വയനാട്, മലപ്പുറം, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. കേരള തീരത്ത് 60 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിന് സാധ്യതയുണ്ട്. വൈകിട്ടോടെ മഴ കൂടുതൽ ശക്തി പ്രാപിക്കും. ഇടുക്കി, വയനാട്, തൃശൂർ ജില്ലകളിലും ഇരിട്ടി, കോതമംഗലം താലൂക്കുകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയാണ്. വയനാട്ടിൽ മഴ ശക്തമാണ്. ബത്തേരി, കല്ലൂർ പുഴ കരകവിഞ്ഞു. പുഴങ്കുനി ഉന്നതിയിൽ വെള്ളം കയറി. 8 പേരെ ക്യാമ്പിലേക്ക് മാറ്റി. ഇന്നലെ മലവെള്ളപ്പാച്ചിലുണ്ടായ ചൂരൽമലയിൽ അതീവ ജാഗ്രത തുടരുകയാണ്. കോഴിക്കോട് മലയോര മേഖലകളിലും ശക്തമായ മഴയാണ്. ഇരുവഴിഞ്ഞിപ്പുഴയും ചെറുപുഴയിലും ജലനിരപ്പ് ഉയർന്നു. ഇടുക്കിയിലും മഴ കാര്യമായ നാശം വിതയ്ക്കുന്നുണ്ട്. മാങ്കുളത്ത് റോഡ് ഒലിച്ചുപോയി. പൊന്മുടി ഡാമിന്റെ 3 ഷട്ടറുകളും കല്ലാർകുട്ടിയിലെ 5 ഷട്ടറുകളും ലോവർ പെരിയാറിന്റെ 5 ഷട്ടറുകളും ഉയർത്തിയിട്ടുണ്ട്. പട്ടാമ്പി കിഴായൂരിൽ പുഴ കരകവിഞ്ഞു. പെരിയാറിൽ ജലനിരപ്പ് ഉയർന്നതോടെ ആലുവ ശിവക്ഷേത്രം വെള്ളത്തിൽ പൊങ്ങി. തിരുവനന്തപുരത്ത് പുതുക്കുറിച്ചിയിൽ വള്ളം മറിഞ്ഞ മത്സ്യത്തൊഴിലാളിയെ കാണാതായി. ഐഷത്തുൽ ഷംനയും പ്രിൻസ് പി ജെയിംസും വി കെ സ്റ്റാലിനും ഒക്കെ വിവരങ്ങളുമായി ചേർന്നുണ്ട്. ആദ്യം ഷംനയിലേക്ക്. ഷംന, സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും പ്രത്യേകിച്ച് മലയോര ജില്ലകളിലൊക്കെ കാര്യമായ മഴ പെയ്യുകയും വയനാട്ടിലൊക്കെ വലിയ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ ആ ബേലിപ്പാലത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളൊക്കെ വലിയ ആശങ്ക ഉണ്ടാക്കുന്നതാണ്. എന്താണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന അറിയിപ്പുകൾ? ശ്രീജ, തീർച്ചയായും ഒരു ഇടവേളയ്ക്ക് ശേഷം കാലവർഷം വീണ്ടും ശക്തമാകുന്നു. കൂടുതൽ മഴ ലഭിക്കുന്നു എന്നതാണ് സാഹചര്യം. വീണ്ടും വിവിധ ജില്ലകൾക്ക് മുന്നറിയിപ്പുകൾ നൽകുന്നു. ഇന്ന് 3 ജില്ലകൾക്കാണ് ഇതുവരെ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ മറ്റ് ജില്ലകൾക്കൊക്കെ യെല്ലോ അലർട്ടുകളുണ്ട്. ഈ അലർട്ടുകൾ ഇല്ലാത്ത ജില്ലകളിലും നേരിയ തോതിൽ മഴ ലഭിക്കുന്നുണ്ട് എന്നതാണ് സാഹചര്യം. ഇന്ന് എന്തായാലും 3 ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ട്. അത് ഇടുക്കി ജില്ലയ്ക്കും ഒപ്പം തന്നെ മലപ്പുറം ജില്ലയ്ക്കും വയനാട് ജില്ലയ്ക്കുമാണ് ഓറഞ്ച് അലർട്ട് ഉള്ളത്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഒഴികെയുള്ള മറ്റ് എല്ലാ ജില്ലകൾക്കുമാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ അടുത്ത 2 ദിവസം കൂടി അതിശക്തമായ മഴയുണ്ടാകുമെന്ന് മുന്നറിയിപ്പുണ്ട്. ഒപ്പം തന്നെ മഴ വരും ദിവസങ്ങളിലും അത് തുടരുമെന്നതാണ് മുന്നറിയിപ്പ്. മാത്രവുമല്ല, ബംഗാൾ ഉൾക്കടലിൽ ഒരു പുതിയ ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുണ്ട്. അതാണ് വീണ്ടും മഴ ശക്തമാവാൻ കാരണമായത്. അതിനു പുറമെ ഈ ഒഡീഷ തീരത്ത്, ബംഗാൾ തീരത്തും ഒക്കെ ചക്രവാത ചുഴി രൂപപ്പെട്ടിട്ടുണ്ട്. ഇത് വൈകുന്നേരത്തോടു കൂടി ഇത് തീവ്ര ന്യൂനമർദ്ദമായി മാറാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ വൈകുന്നേരത്തോടു കൂടി മഴ കൂടുതൽ ശക്തിപ്പെടുമെന്നതാണ് മുന്നറിയിപ്പുള്ളത്. ഒപ്പം തന്നെ 50 കിലോമീറ്റർ വേഗതയിൽ വീശിയടിക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. ഒപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മലയോര മേഖലകളിൽ അതിശക്തമായ മഴയാണ്. മുന്നറിയിപ്പുകൾ പ്രഖ്യാപിക്കുന്നുണ്ട്. അതായത് ഈ രാത്രികാല യാത്രകൾക്ക് നിരോധനം ഏർപ്പെടുത്തുന്നുണ്ട്. ഒപ്പം വയനാട് ജില്ലയുടെ സാഹചര്യം നമ്മൾ നേരത്തെ കണ്ടതാണ്. വയനാട് ജില്ലയിൽ ഈ ഇത്തവണത്തെ കാലവർഷം ആദ്യം എത്തിയപ്പോൾ തന്നെ പ്രത്യേകിച്ച് വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്കൊക്കെ അതിതീവ്ര മഴ മുന്നറിയിപ്പായിരുന്നു ഉണ്ടായിരുന്നത്. മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് കൂടുതൽ മഴ പെയ്യുകയും അതിശക്തമായ കാറ്റും ഒക്കെ ആയിരുന്നു ഈ മേഖലകളിൽ ഉണ്ടായിരുന്നത്. ഇപ്പോഴും അത് തന്നെയാണ് വടക്കൻ കേരളത്തിന്റെ ഒരു സ്ഥിതി. അതിശക്തമായ മഴ ലഭിക്കുന്നു. ഒപ്പം തന്നെ നദികളിലൊക്കെ ജലനിരപ്പ് ഉയരുന്നു എന്നതാണ് സാഹചര്യം. ഇതുകൊണ്ട് തന്നെ നദീതീരത്തിലുള്ളവർക്കൊക്കെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ വയനാട്ടിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലടക്കം ഇപ്പോൾ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ മുണ്ടക്കൈ ചൂരൽമല ദുരന്തം അത് കഴിഞ്ഞതിന് ശേഷം വയനാട് ഒരു തരത്തിൽ അവര് വീണ്ടും ജീവിച്ചു തുടങ്ങുകയായിരുന്നു. പക്ഷേ ഇത്തവണത്തെ മഴയിൽ അത് വീണ്ടും ഈ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഉൾപ്പെടെ അവിടെയൊക്കെ മേഖലകളിലൊക്കെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം രാത്രികാല യാത്രകൾക്ക് നിരോധനമുണ്ട്. ഒപ്പം ഈ നദികളിൽ ക്രമാതീതമായി ജലനിരപ്പ് ഉയരുന്നു എന്നതാണ് സാഹചര്യം. ഡാമുകളുടെയൊക്കെ ഷട്ടറുകൾ തുറക്കുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ മുന്നറിയിപ്പുകൾ ഇപ്പോൾ പുതുതായി വരുന്നുണ്ട്. ഒപ്പം തന്നെ വരും ദിവസങ്ങളിൽ ഈ കള്ളക്കടൽ പ്രതിഭാസത്തിനടക്കം സാധ്യതയുണ്ട് എന്നാണ് കണക്കാക്കുന്നത്. അങ്ങനെ ജില്ലകളിൽ വീണ്ടും മുന്നറിയിപ്പുകൾ വരുന്നു. സംസ്ഥാനത്ത് മഴ ശക്തമാകുന്നു എന്നതാണ് സാഹചര്യം. ഒപ്പം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ അവധി പ്രഖ്യാപിക്കുന്നുണ്ട്. ശക്തമായ മഴയെ തുടർന്ന് ഇന്ന് 3 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധിയുള്ളത്. തൃശ്ശൂർ, ഇടുക്കി, വയനാട് ജില്ലകളിലും കോതമംഗലം, ഇരിട്ടി താലൂക്കുകളിലുമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധിയുള്ളത്. ഒപ്പം തന്നെ ഈ മേഖലകളിൽ നേരത്തെ നിശ്ചയിച്ച പരീക്ഷകളൊക്കെ പഴയപടി തന്നെ നടക്കും. അതിലൊന്നും മാറ്റമുണ്ടാവില്ല. പക്ഷേ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക്, പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയാണ്. എന്തായാലും ഒരു ഇടവേളയ്ക്ക് ശേഷം കാലവർഷം സംസ്ഥാനത്ത് ശക്തമാകുന്നു എന്ന് തന്നെയാണ് മുന്നറിയിപ്പ്. ശ്രീജ, ഷംനയാണ് വിവരങ്ങൾ നൽകിയത്. ഇടുക്കിയിൽ നിന്ന്
കെ സ്റ്റാലിനും ഒപ്പം പ്രിൻസ് പി ജെയിംസും ഉണ്ട്. പ്രിൻസ്, ഈ ഡാമുകളൊക്കെ നിറയുന്ന ഒരു സാഹചര്യമുണ്ട്. അത് വലിയ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. ഏതൊക്കെ രീതിയിലുള്ള മുന്നറിയിപ്പുകളാണ് ഇടുക്കി ജില്ലയിൽ ഈ ഡാമുകളെ സംബന്ധിച്ചൊക്കെ ഉള്ളത്? ശ്രീജ, തീർച്ചയായും അണക്കെട്ടിലേക്കുള്ള നീരൊഴുക്ക് ശക്തമായി തുടരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. പ്രത്യേകിച്ചും ഇടുക്കി, മുല്ലപ്പെരിയാർ തുടങ്ങിയ പ്രധാന അണക്കെട്ടുകളിലേക്കൊക്കെ നീരൊഴുക്ക് ശക്തമായി തുടരുന്നു. ഇടുക്കിയിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ 25 അടിയോളം കൂടുതൽ വെള്ളമുള്ള അവസ്ഥയാണ് നിലവിലുള്ളത്. അതായത് ആകെ സംഭരണശേഷിയുടെ 51% വെള്ളം ഇപ്പോൾ ഇടുക്കി അണക്കെട്ടിലുണ്ട്. അതോടൊപ്പം മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് നിലവിലെ റൂൾ കർവ് പ്രകാരമുള്ള പരമാവധി സംഭരണശേഷിയിലേക്ക് അടുക്കുന്നു. അതായത് നിലവിലെ റൂൾ കർവ് പ്രകാരം 136 അടി വരെ വെള്ളമാണ് മുല്ലപ്പെരിയാറിൽ സംഭരിക്കാൻ സാധിക്കുന്നത്. നിലവിൽ 134 അടിയിലേക്ക്, അതായത് 133.65 അടി കഴിഞ്ഞ വെള്ളം ഉയരുന്ന ഒരു സാഹചര്യമുണ്ട്. ശക്തമായ നീരൊഴുക്ക് അണക്കെട്ടിലോട്ടുണ്ട്. പ്രത്യേകിച്ചും തേക്കടി തടാകത്തിലും പെരിയാർ വനമേഖലയിലുമൊക്കെ അതിശക്തമായ മഴ തുടരുന്ന ഒരു സാഹചര്യമുള്ളതിനാൽ ഇവിടുന്ന് നീരൊഴുക്ക് ശക്തമായി തുടരുന്നുണ്ട്. ഒപ്പം ഇടുക്കിയിൽ മുല്ലപ്പെരിയാറിൽ നിന്നും തമിഴ്നാട് ടണൽ മാർഗം വെള്ളം കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ പോലും അതിന് ആനുപാതികമായല്ല, അതിനേക്കാൾ ഉയർന്ന നിരക്കിൽ വെള്ളം അണക്കെട്ടിലേക്ക് ഒഴുകിയെത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വേഗത്തിൽ തന്നെ നിലവിൽ അനുവദനീയമായ പരമാവധി സംഭരണ ശേഷിയിലേക്ക്, അതായത് 136 അടിയിലേക്ക് വെള്ളം ഉയരാൻ സാധ്യതയുണ്ട്. അത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടായാൽ അണക്കെട്ടിന്റെ സ്പിൽവേ ഷട്ടറുകളിലൂടെ വെള്ളം പുറത്തേക്ക് ഒഴുകും. ഈ സാഹചര്യങ്ങളിൽ പ്രത്യേകിച്ചും പെരിയാറിന്റെ തീരത്ത് താമസിക്കുന്ന വെള്ളം ആദ്യം എത്തുന്ന വള്ളക്കടവ്, തുടർന്ന് വണ്ടിപ്പെരിയാർ തുടങ്ങിയ മേഖലകളിലുള്ള ആളുകളെ മാറ്റിപ്പറപ്പിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. എങ്കിലും നിലവിൽ അതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടില്ലെങ്കിലും ആളുകൾക്ക് ജാഗ്രതാ നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ചും പെരിയാർ തീരത്തുള്ള ആളുകളോട് ജാഗ്രത പുലർത്തണമെന്ന് ആവശ്യപ്പെടുന്നു. മുല്ലപ്പെരിയാറിന്റെ വെള്ളം പുറത്തേക്ക് ഒഴുക്കുമ്പോൾ ആദ്യം എത്തുന്നത് വള്ളക്കടവ് മേഖലയിലാണ്, തുടർന്ന് വണ്ടിപ്പെരിയാർ മേഖലയിലാണ്. ആ പ്രദേശങ്ങളിലൊക്കെയുള്ള ആളുകളോട് ജാഗ്രത പുലർത്തണമെന്ന് ആവശ്യപ്പെടുന്നു. ഇതോടൊപ്പം മുല്ലപ്പെരിയാറിലെ ഷട്ടറുകളുടെ വെള്ളം പുറത്തേക്ക് ഒഴുകുന്ന സാഹചര്യം ഉണ്ടായാൽ അത് ഇടുക്കിയിലെ ജലനിരപ്പ് വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. നിലവിൽ ഇടുക്കിയിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ വെള്ളമുള്ള ഒരു സാഹചര്യമുണ്ട്. ഒപ്പം ശക്തമായ നീരൊഴുക്കും ഈ മേഖലകളിലൊക്കെ ഉള്ള ഒരു അവസ്ഥയുണ്ട്. ഇതോടൊപ്പം ഇടുക്കിയിലെ ചെറുകിട അണക്കെട്ടുകളായ കല്ലാർകുട്ടി, പൊന്മുടി, ലോവർ പെരിയാർ അണക്കെട്ടുകളിൽ നിന്ന് നിലവിൽ വെള്ളം പുറത്തേക്ക് ഒഴുകുന്നത് തുടരുകയാണ്. ഒപ്പം ഇടുക്കിയുടെ ഡൈവേർഷൻ ഡാമുകളായ ഇരട്ടയാറ്, കല്ലാർ തുടങ്ങിയ ഡാമുകളിൽ നിന്നുമൊക്കെ നീരൊഴുക്ക് ജലനിരപ്പ് വർദ്ധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം ശക്തമായ മഴയാണ് ഈ മേഖലകളിലെല്ലാം പെയ്യുന്നത്. ഒപ്പം ചെറുകിട അണക്കെട്ടുകളായ ചെങ്കുളം പോലുള്ള അണക്കെട്ടുകളിലും വെള്ളം ഉയരുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പം കനത്ത മഴ തുടരുന്ന ഒരു സാഹചര്യം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലൊക്കെ മഴ അതിശക്തമായി തുടരുന്ന അവസ്ഥയുണ്ട്. ഇടയ്ക്കൊക്കെ മഴയ്ക്ക് നേരിയ തോർച്ച ഉണ്ടാകുന്നുണ്ടെങ്കിലും പൂർണ്ണമായും മഴ മാറുന്ന ഒരു അവസ്ഥയില്ല. അതുകൊണ്ട് തന്നെ ജാഗ്രതാ നിർദ്ദേശവും തുടരുകയാണ്. ഇന്ന് ജില്ലയിലെ സ്കൂളുകൾക്കൊക്കെ അവധിയാണ്. ഒപ്പം ഗ്യാപ്പ് റോഡിലുള്ള യാത്രയ്ക്ക് ഇന്ന് പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നു. പകലും രാത്രിയിലും ഗ്യാപ്പ് റോഡ് വഴി ഇന്ന് യാത്ര അനുവദിക്കുന്നില്ല. ഒപ്പം ജലവിനോദങ്ങൾക്ക്, പ്രത്യേകിച്ചും ടൂറിസം മേഖലയിലെ ജലവിനോദങ്ങൾക്കും പൂർണ്ണമായും നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കയാക്കിംഗ് പോലുള്ള മറ്റു ആക്ടിവിറ്റികൾക്കും നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ശ്രീജ, ശരി. സ്റ്റാലിൻ കൂടി ചേരുന്നുണ്ട് ഇടുക്കിയിൽ നിന്ന്. സ്റ്റാലിൻ, ഈ ഹൈറേഞ്ച് മേഖലയിൽ പ്രത്യേകിച്ച് മണ്ണിടിച്ചിൽ സാധ്യതയുള്ള മേഖലകളിലൊക്കെ അവസ്ഥ എന്താണ്? കാര്യമായ മഴ ആ ഭാഗങ്ങളിലൊക്കെ ഇപ്പോഴും ഉണ്ടോ? തീർച്ചയായും മഴ വളരെ ശക്തമായി തന്നെ തുടരുകയാണ്. പുലർച്ചെയും അതുപോലെ തന്നെ കഴിഞ്ഞ രാത്രികളിലുമെല്ലാം മഴ വളരെ ശക്തമായിരുന്നു. ജില്ലാസ്ഥാനം ഉൾപ്പെടെയുള്ള മുഴുവൻ മേഖലകളിലും മഴ വളരെ ആധിക്യം ഉണ്ട്. മണ്ണിടിച്ചിൽ സാധ്യതയുള്ള മേഖലകളിലെല്ലാം ജില്ലാ ഭരണകൂടം ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പെരിയാർ തീരങ്ങള്, പ്രത്യേകിച്ചും ജില്ലയുടെ കിഴക്കൻ മേഖലകളിലെല്ലാം മഴ, ചപ്പാത്ത്, അയ്യപ്പൻകോവിൽ തുടങ്ങിയിട്ടുള്ള ജില്ലയുടെ കിഴക്കൻ മേഖലകളിലെല്ലാം മഴ വളരെ ശക്തമായതുകൊണ്ട് തന്നെ പെരിയാറിലേക്കുള്ള നീരൊഴുക്ക് ശക്തമായിട്ടുണ്ട്. പെരിയാറിലെ ജലവിധാനം വർദ്ധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പെരിയാറിന്റെ തീരങ്ങളിലേക്കുള്ള പ്രദേശവാസികളോടെല്ലാം പ്രത്യേകിച്ചും ജില്ലാ ഭരണകൂടം ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പൊന്മുടി, കല്ലാർകൂട്ടി, ലോവർ പെരിയാർ തുടങ്ങിയ അണക്കെട്ടുകളിലെ വെള്ളം പെരിയാർ വഴി ഒഴുകുന്ന പ്രദേശങ്ങളിലെല്ലാം ഇത്തരത്തിലുള്ള മുതിരപ്പുഴയാർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ ജനങ്ങളെല്ലാം ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്നാലും മഴ ശക്തമായി തുടരുന്നുണ്ട്. അതുപോലെ തന്നെ ഒറ്റപ്പെട്ട ശക്തമായ കാറ്റ് പ്രദേശങ്ങളിലുണ്ട്. മരം വീഴ്ചയും അതോടൊപ്പം തന്നെ പല സ്ഥലങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. എന്നാലും കാലാവസ്ഥയിലെ വലിയ മാറ്റമാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ശ്രീജ, ശരി. കെ സ്റ്റാലിനാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് മുക്കത്ത് നിന്ന് ഗുലാം നബി ആസാദ് കൂടി. ആസാദ്, ഈ കോഴിക്കോടിൻ്റെ മലയോര മേഖലകളിൽ കാര്യമായി തന്നെ മഴ പെയ്യുന്നുണ്ട്. ഇരുവഴിഞ്ഞിപ്പുഴയൊക്കെ വലിയ രീതിയിൽ ഒരു ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. എന്താണ് നിലവിൽ ആ മേഖലയിലെ സ്ഥിതി?
ശ്രീജ, കോഴിക്കോടിന്റെ കിഴക്കൻ മലയോര മേഖലയിൽ കഴിഞ്ഞ ദിവസം മുതൽ ശക്തമായ മഴ പെയ്യുകയാണ്. ഇടവിട്ടുള്ള ശക്തമായ മഴയാണ് പെയ്യുന്നത്. ഇതോടെ കഴിഞ്ഞ ദിവസം ഇരുവഞ്ഞിപ്പുഴയിൽ മലവെള്ളപ്പാച്ചിലുണ്ടാവുകയും ഈ ഇരുവഞ്ഞിപ്പുഴയെ കരകവിഞ്ഞ് ഒഴുകുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. ഇരുവഞ്ഞിപ്പുഴയും ചെറുപുഴയും കരകവിഞ്ഞ് ഒഴുകുകയാണ്. ഇരുവഞ്ഞിപ്പുഴയുടെ തീരപ്രദേശങ്ങളിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട്. മുക്കം നഗരസഭയിലെ പുൽപ്പറമ്പ് കൂളിമാട് റോഡിൽ വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പുൽപ്പറമ്പ് നായർക്കുഴി റോഡിലും ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കൊടിയത്തൂർ പഞ്ചായത്തിലെ ചെറുവാടിയിൽ തോടിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു താഴ്ന്നിട്ടുണ്ട്. ഈ കാരശ്ശേരി പഞ്ചായത്തിലെ നോർത്ത് കാരശ്ശേരി പഞ്ചായത്തിൽ മുക്കക്കടവ് പാലത്തിൽ നിന്നും കാരശ്ശേരി ചോണാട് പ്രദേശങ്ങളിലേക്ക് പോകുന്ന റോഡിൽ വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. ശക്തമായ മഴ, ഇടവിട്ടുള്ള ശക്തമായ മഴ ഇപ്പോഴും തുടരുകയാണ്. പലയിടങ്ങളിലും പുഴയിലെ ജലനിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ശരി, ആസാദാണ് വിവരങ്ങൾ നൽകിയത് മുക്കത്ത് നിന്ന്. എന്തായാലും സംസ്ഥാനത്തിൻ്റെ മലയോര മേഖലകളിൽ ഇടുക്കി, വയനാട്, കോഴിക്കോട് തുടങ്ങി മലയോര മേഖലകളിലൊക്കെ വലിയ ജാഗ്രതയോടെ ഇരിക്കേണ്ട സമയമാണ്. പലയിടത്തും കാര്യമായി തന്നെ മഴ തുടരുന്നുണ്ട്. വയനാട്ടിലൊക്കെ ബെയിലിപ്പാലത്തു നിന്നുള്ള ദൃശ്യങ്ങളിലൊക്കെ നമ്മൾ കാണുന്നത് കുത്തിയൊഴുകി വരുന്ന പുഴയാണ്. വളരെ ജാഗ്രതയോടെ തന്നെ നമുക്കിരിക്കാം. വരുന്ന കുറച്ച് ദിവസങ്ങൾ കൂടി കാര്യമായി തന്നെ മഴ പെയ്യും എന്നതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്.